യൂറോ കപ്പ് 2020 തുടക്കം ഗംഭീരമാക്കി ജർമ്മനി. ഉദ്ഘാടന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ വമ്പൻ ജയമാണ് ജർമ്മനി സ്വന്തമാക്കിയത്. അലയൻസ് അരീനയിൽ നടന്ന മത്സരത്തിൽ 1-5 ഗോളുകൾക്കാണ് ജർമ്മനിയുടെ വിജയം. യൂറോ ചരിത്രത്തിൽ ആതിഥേയ രാജ്യം ഉദ്ഘാടന മത്സരത്തിൽ നേടുന്ന ഏറ്റവും വലിയ വിജയമാണിത്. ജർമ്മനിക്ക് അനായാസമായിരുന്നു മത്സരം. ഇന്ന് ആദ്യ പകുതിയിൽ തന്നെ ജർമ്മനി 3 ഗോളുകൾക്ക് മുന്നിലെത്തി. 10-ാം മിനിറ്റിൽ കിമിച്ചിന്റെ പാസിൽ ഒരു കിടിലൻ ഗോളിലൂടെ ഫ്ലോറിയൻ വിർട്സ് ജർമ്മനിയുടെ അക്കൗണ്ട് തുറന്നു. 19-ാം മിനിറ്റിൽ ഹവേർട്സിന്റെ അസിസ്റ്റിൽ ഒരു പവർഫുൾ സ്ട്രൈക്കിലൂടെ ജമാൽ മുസിയാല ജർമ്മനിയുടെ ലീഡ് ഇരട്ടിയാക്കി. ആദ്യ പകുതിയുടെ അവസാനം ഗുണ്ടോഗനെ ഫൗൾ ചെയ്തതിന് കിട്ടിയ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ഹവേർട്സ് ജർമ്മനിയുടെ 3ാം ഗോളും നേടി. ആ ഫൗളിനെ തുടർന്ന് സ്കോട്ടിഷ് ഡിഫൻഡർ റയൽ പോട്രിയസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോവുകയും ചെയ്തു. 2ാം പകുതിയിൽ പകരക്കാരനായി എത്തിയ ഫുൾക്രക്ക് 69-ാം മിനിറ്റിൽ ഒരു തണ്ടർ സ്ട്രൈക്കിലൂടെ ജർമ്മനിയുടെ ലീഡ് 4 ഉയർത്തി. 87-ാം മിനിറ്റിൽ റുഡിഗറിന്റെ സെൽഫ് ഗോൾ സ്കോട്ട്ലൻഡിന് ആശ്വാസമായി. കളി അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ എമറിക് ക്യാൻ കൂടെ ഗോൾ നേടിയതോടെ ജർമ്മനിയുടെ ജയം പൂർത്തിയായി. ജമാൽ മുസിയാലയാണ് കളിയിലെ താരം. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 73% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ജർമ്മനിയായിരുന്നു. 20 ഷോട്ടുകളാണ് ജർമ്മനി തൊടുത്തത്. 10 ഷോട്ട് ഓൺ ടാർഗറ്റ്. 682 പാസുകൾ 94% കൃത്യതയോടെ ജർമ്മനി പൂർത്തിയാക്കി. ഓൺ ടാർഗറ്റിലില്ലാത്ത ഒരേയൊരു ഷോട്ട് മാത്രമാണ് സ്കോട്ട്ലൻഡിന് മത്സരത്തിൽ തൊടുക്കാനായത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ജർമ്മനിയുടെ അടുത്ത മത്സരം ഹംഗറിക്കെതിരായാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.